എങ്ങനെയെങ്കിലും റഷ്യയെ മുട്ടുകുത്തിക്കണമെന്ന് മാത്രമേ ഡൊണാൾഡ് ട്രംപിനുള്ളൂ. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ട്രംപിന്റെ വാക്കുകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോട് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലും സെന്റ് പീറ്റേഴ്സ്ബർഗിലും ആക്രമണം നടത്താൻ കഴിയുമോ എന്ന് ചോദിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജൂലൈ 4 നടന്ന ഒരു ഫോൺ സംഭാഷണത്തിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വേദന അറിയിക്കൂ എന്ന ലക്ഷ്യത്തോടു കൂടി US നൽകുന്ന ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യുക്രൈന് റഷ്യയ്ക്കുള്ളിൽ ശക്തമായ ആക്രമണം നടത്താൻ കഴിയുമോ എന്നാണ് ട്രംപ് ചോദിച്ചിട്ടുള്ളത്. ഈ സംഭാഷണം ട്രംപിന്റെ യുക്രൈൻ റഷ്യ യുദ്ധത്തോടുള്ള നിലപാടിൽ വലിയ മാറ്റത്തെ സൂചിപ്പിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ജൂലൈ 3 ട്രംപ് പുടിനുമായി നടത്തിയ ഒരു നിരാശാജനകമായ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. പുടിന്റെ ഭാഗത്തു നിന്നും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകാത്തതിൽ ട്രംപ് നിരാശനായിരുന്നു. ഇതുകൊണ്ടൊക്കെയാണ് മോസ്കോയെയും സെന്റ് പീറ്റേഴ്സ്ബർഗിനെയും ആക്രമിക്കാൻ കഴിയുമോ എന്ന് ട്രംപ് സെലൻസ്കിയോട് ചോദിച്ചത്. അതിനു മറുപടിയായി അമേരിക്ക ആയുധങ്ങൾ നൽകി സഹായിച്ചാൽ തീർച്ചയായും ഞങ്ങൾക്കതിന് സാധിക്കുമെന്ന് സെലൻസ്കി മറുപടി പറയുകയുണ്ടായി. അപ്പോൾ ഈ തന്ത്രം റഷ്യക്കാർക്ക് തിരിച്ചടിയാകുമെന്നും ചർച്ചകൾക്ക് അവർ നിർബന്ധിതരാകുമെന്നും ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. ഇതോടുകൂടി ട്രംപിന്റെ മുൻ നിലപാടുകളിൽ നിന്നും വലിയ മാറ്റം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വിദേശ യുദ്ധങ്ങളിൽ US-ന്റെ ഇടപെടൽ അവസാനിപ്പിക്കുമെന്നും യുക്രൈൻ റഷ്യ യുദ്ധം ഒരു ദിവസം കൊണ്ട് തീർക്കുമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ പുടിനുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതോടുകൂടി ട്രംപ് റഷ്യയോടുള്ള തന്റെ നിലപാട് മാറ്റുകയായിരുന്നു. ജൂലൈ 14 നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടിനൊപ്പം നടത്തിയ ഒരു മീറ്റിംഗിൽ യുക്രൈന് പാട്രിയറ്റ് എയർ ഡിഫൻസ് മിസൈലുകൾ അയക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല അതിനുശേഷം പുടിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാനും അദ്ദേഹം മറന്നിട്ടില്ല. ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ട്രംപിന്റെ സെലൻസ്കിയുമായുള്ള സംഭാഷണത്തിന് ശേഷം US ഉദ്യോഗസ്ഥർ യുക്രൈന് നൽകാവുന്ന ദീർഘദൂര ആയുധങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ സെലൻസ്കിക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിൽ ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ, അതായത് 1600 കിലോമീറ്റർ റേഞ്ച് വരെയുള്ള മിസൈലുകൾ വരെ ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട്. ഇത് മോസ്കോ, സെന്റ് പീറ്റേഴ്സ്ബർഗ് തുടങ്ങിയ നഗരങ്ങളെ ലക്ഷ്യമിടാൻ യുക്രൈനെ പ്രാപ്തമാക്കുന്നുവെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നാൽ US കോൺഗ്രസിന്റെ നേരിട്ടുള്ള സൈനിക സഹായ നിരോധനം മറികടക്കാൻ ഈ ആയുധങ്ങൾ യൂറോപ്യൻ സഖ്യകക്ഷികൾ വഴി മൂന്നാം കക്ഷി കൈമാറ്റത്തിലൂടെ യുക്രൈനിലേക്ക് എത്തിക്കാനാണ് പദ്ധതി. നിലവിൽ യുക്രൈനിൽ ഉപയോഗിക്കുന്ന ATACMS മിസൈലുകൾക്ക് 300 കിലോമീറ്റർ റേഞ്ച് മാത്രമാണ് ഉള്ളത്. ഇതിന് 300 മൈൽ അകലെയുള്ള മോസ്കോയിലേക്ക് എത്താൻ കഴിയില്ല എന്നതായിരുന്നു ഏറ്റവും നിരാശാജനകമായ കാര്യം. എന്തായാലും ട്രംപിന്റെ ഈ നടപടിക്ക് ശേഷം പുടിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു നീക്കവും ഇതുവരെയും അറിയാൻ സാധിച്ചിട്ടില്ല. പുടിൻ ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും യുക്രൈനോടുള്ള റഷ്യയുടെ നീക്കം എന്നത് മാത്രം തീർച്ചയാണ്.